Hi children, good morning everybody. Now we are going to study a new lesson, the last lesson of the first unit, Hori Gallu, written by Sudha Murthy, one of the famous daughters, notable daughters of India. ഇന്ത്യയിലെ ശ്രേഷ്ഠയായ പുത്രിമാരിൽ ഒരാളാണ് ഹോറി ഗല്ലു. Okay, take your test and listen here. Read and reflect. Backward, turn backward. Oh, time in your flight. Backward, പിന്നിലോട്ട് ടേൺ, തിരിയൂ പിന്നിലോട്ട്. ടൈമേ പിന്നിലോട്ടോടൂ. ടൈം പിന്നിലോട്ടോടൂ. സമയം പിന്നിലോട്ട് സഞ്ചരിക്കുമോ? സമയം പിന്നിലോട്ട് നമുക്ക് ക്ലോക്ക് ഓണാക്കി തിരിച്ചു വയ്ക്കാം അല്ലേ? പക്ഷേ നമ്മൾ ക്ലോക്ക് തിരിച്ച് വയ്ക്കുന്നതനുസരിച്ച് നമ്മളും പിന്നോട്ട് പോകണം. ഒരു 10 കൊല്ലം പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കുട്ടികളാവണമെന്നാണ്. പറ്റുമോ? പറ്റില്ല. ഒരിക്കലും സമയം പിന്നോട്ട് ഓടുന്നില്ല, ഇല്ലേ? അതാണ് സമയമേ പിന്നോട്ടോടൂ. അല്ലയോ സമയമേ യാത്ര ചെയ്യൂ പിന്നിലോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു 15-20 കൊല്ലം അല്ലെങ്കിൽ ഒരു 18 കൊല്ലം പിന്നോട്ട് യാത്ര ചെയ്യാൻ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായി മാറും. പറ്റുമോ? പറ്റില്ല. പറ്റാത്ത കാര്യം. മേക്ക് മീ എ ചൈൽഡ് എഗെയിൻ ജസ്റ്റ് ഫോർ ടു നൈറ്റ്. ഒരു രാത്രിയെങ്കിലും എന്നെ ഒരു കൊച്ചുകുട്ടിയാക്കി തരൂ. വളരെ മുതിർന്ന ഒരാളായതിന് ശേഷം സുധാമൂർത്തി ഇങ്ങനെ പറയുകയാണ്, എന്നെ ഒരു ദിവസത്തേക്കെങ്കിലും ഒരു കൊച്ചുകുട്ടിയാക്കി തരൂ എന്നാണ് പറയുന്നത്. റിമംബറിങ്, എന്തിനാ? ഓർമ്മിക്കാനാ. റിമംബറിങ് ദ ഗുഡ് ഓൾഡ് ചൈൽഡ്ഹുഡ് ഡേയ്സ്, എൻ്റെ കഴിഞ്ഞുപോയ നല്ല ബാല്യകാല ദിനങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനായിട്ട് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു രാത്രിയെങ്കിലും എന്നെ കൊച്ചുകുട്ടിയാക്കി തരും. ഓഫൺ ഫിൽസ് അവർ മൈൻഡ് വിത്ത് ഫ്രഷ്നെസ് ആൻഡ് വിഗർ. ഫ്രഷ്നെസ് മീൻസ് എന്താ അറിയാമല്ലോ? ഫ്രഷ്നെസ് അതായത് നമ്മൾ ഉന്മേഷം. വിഗർ മീൻസ് ഊർജം. റിവിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ ഓർമ്മിക്കാൻ, അല്ലെന്ത് ചെയ്യുന്നു? ഊർജ്ജസ്വലതയോടുകൂടി ഓർമ്മിക്കാൻ. ആസ് ഇനഫ് ടു ഗോ ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്. അതായത് അല്ലെങ്കിൽ മുതിർന്ന ജീവിതം എന്ന് പറയുന്നത് വളരെയധികം മാനസിക സംഘർഷത്തിൻ്റെ ജീവിതമാണ്. ആ മാനസിക സംഘർഷ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ഊർജം കിട്ടാനായിട്ട് തൻ്റെ ബാല്യകാലങ്ങളിലെ നല്ല ദിനങ്ങളെക്കുറിച്ച് ഒരു രാത്രിയെങ്കിലും ഓർമ്മിക്കാനായിട്ട് സമയമേ ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കൂ എന്ന് ആവശ്യപ്പെടുന്നു. ഓക്കെ, അത് വേറൊന്നും പ്രധാനപ്പെട്ടില്ല നമ്മുടെ പാഠത്തിലേക്ക്. ഹോറി ഗല്ലു. സുധാമൂർത്തി കർണാടകക്കാരിയാണ്. ബാക്ക് അല്ലെങ്കിൽ അബൌട്ട് ദ ആദർ വായിച്ചാൽ മനസ്സിലാവും, കർണാടകക്കാരിയാണ്. അപ്പോൾ ഹോറി ഗല്ലു എന്ന് പറഞ്ഞാൽ ഒരു കർണാടക വാക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ അതങ്ങനെയാണ്. ഹോറി ഗല്ലു എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയും ചുമട് താങ്ങി. വളരെ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ പ്രാദേശിക അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഇഷ്ടംപോലെ ഹോറി ഗല്ലു ഉണ്ടായിരുന്നു. എന്തിനാ ഹോറി ഗല്ലു ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു എങ്കിൽ അന്ന് വാഹനങ്ങളില്ലായിരുന്നതിൻ്റെ ഫലമായി തലയിലെ ചുമട് ചുമന്നാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ ജനസംഖ്യ അന്നില്ലായിരുന്നുകൊണ്ട് വളരെ ദൂരം സഞ്ചരിക്കുമ്പോൾ ശാരീരികമായി ക്ഷീണിക്കും. അപ്പോൾ ക്ഷീണം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? തലയിലുള്ള ചുമട് താഴെ ഇറക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പിടിച്ചിറക്കാനായിട്ട് ആൾ കാണും. ജനസംഖ്യയുടെ ബാഹുല്യം ഇല്ലായിരുന്നത് കൊണ്ട് പിടിച്ചിറക്കാൻ ആളില്ല വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളിൽ വഴിയോരങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഹോറി ഗല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഹോറി ഗല്ലുകൾ എന്ത് ചെയ്യുന്നു? അതായത് പരന്ന ഒരു കല്ല്, 2 ഹൊറിസോണ്ടലായ കല്ലുണ്ട്, പാരലായി വയ്ക്കുന്നതാണ്, വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായി വയ്ക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് നമ്മൾ തലയിൽ ചുവടിനെ എന്ത് ചെയ്യുന്നു? താഴോട്ട് ഇറക്കി വയ്ക്കാനായിട്ട് കഴിയും. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹോറി ഗല്ലു എന്ന് പറയുന്നത്. ഇത് ഒരു പ്രത്യേക അർത്ഥത്തിൽ ഹോറി ഗല്ലിന് ഉപയോഗിച്ചിരിക്കുകയാണ്. നമ്മൾ വേറൊന്നും പറയുന്നില്ല, പാഠത്തിലേക്ക് വരികയാണ്. എഴുതിയ ആളുടെ പേര് സുധാമൂർത്തിയാണ്. ഒരു കമ്പ്യൂട്ടർ വനിതയാണ്. നമ്മൾ ബാക്ക് ഞാൻ പറഞ്ഞു, വായിക്കാൻ. ഓക്കെ. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ സ്മാൾ വില്ലേജ്. അപ്പോൾ ഈ ചൂടുള്ള വേനൽക്കാലങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. സുധാമൂർത്തി പറയുകയാണ്, ചൂടുള്ള വേനൽക്കാലങ്ങൾ
എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ എന്നെ ഓർമ്മിപ്പിക്കുന്നു ഓഫ് മൈ ചൈൽഡ്ഹുഡ് ബാല്യകാലം ഇൻ എ സ്മാൾ വില്ലേജ്. ഈ ഭയങ്കരമായ ചൂടുള്ള വേനൽക്കാലം എന്നെ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ബാല്യകാല ദിനങ്ങളെക്കുറിച്ച്. കൊച്ചു ഗ്രാമത്തിൽ, ഞാൻ ജീവിച്ചിരുന്ന കൊച്ചു ഗ്രാമത്തിൽ എൻ്റെ ബാല്യകാല ദിനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അത് പ്രധാനമല്ല. ദെൻ ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻസ് ദ ആദർ ഓഫ് ഹർ ഗുഡ് ഓൾഡ് ചൈൽഡ്ഹുഡ് ഡേയ്സ് ഇൻ എ സ്മാൾ വില്ലേജ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ എന്ത് ചെയ്യുന്നു, തൻ്റെ ബാല്യകാല ദിനങ്ങളെക്കുറിച്ച് ഈ ഭയങ്കരമായ വേനൽക്കാലം ഓർമ്മിപ്പിക്കുന്നതാണ്. There was a large banyan tree right in the middle of the village. അപ്പോൾ സുധാമൂർത്തിയുടെ ആ കൊച്ചു ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് വലിയൊരു അരയാൽ വൃക്ഷമുണ്ടായിരുന്നു. There was a big banyan tree right in the middle of the village. ആ ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്ത് മധ്യഭാഗത്ത് നടുക്ക് എന്ത് ചെയ്യുന്നു, വലിയൊരു അരയാൽ വൃക്ഷമുണ്ടായിരുന്നു. ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. എൻ്റെ വേനൽക്കാലം, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ വേനൽക്കാല ദിവസങ്ങളിൽ വളരെയധികം മണിക്കൂറുകൾ ഈ വലിയ അരയാൽ വൃക്ഷത്തിന് ചുവട്ടിൽ കളിച്ച് ഞാൻ ചിലവഴിച്ചു. അപ്പോൾ she would spend many hours playing under the banyan tree during her holidays. അപ്പോൾ ഈ ഹോളിഡേ ദിവസങ്ങളിൽ വളരെയധികം മണിക്കൂറുകൾ ഈ അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചിലവഴിക്കുന്നു. The tree was like a massive umbrella with its branches providing much needed shade and saucer. Saucer means support. Help, not സഹായം. The tree was like a massive means very big umbrella. The tree was like an umbrella. ഇതൊരു വലിയ കുടയെപ്പോലെയായിരുന്നു. ഈ വൃക്ഷം വലിയ കുടയെപ്പോലെയായിരുന്നു. വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ്, ശിഖരങ്ങൾ നൽകി, ഗിവിങ് നൽകുന്നു. എന്താണ്, മച്ച് നീഡഡ്, ആവശ്യം, ഷെയ്ഡ്, തണൽ നൽകുന്നു, ആൻഡ് ഹെൽപ്പ്, സപ്പോർട്ട് നൽകുന്നു. അപ്പോൾ ഈ വലിയ അരയാൽ വൃക്ഷം ഒരു വലിയ കുടയെപ്പോലെയായിരുന്നു. അതിഷ്ടം പോലെ അതിനെന്തുണ്ട്, ദ banyan tree has so many branches, so it provides shade and support. ഇതെന്ത് ചെയ്യുന്നു, ധാരാളം നൽകുന്നു, ധാരാളം തണലും വളരെയധികം സഹായവും. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ പകൽ സമയങ്ങളിൽ ഓക്സിജൻ പുറത്തുവിടുന്ന വൃക്ഷമാണ് ഏത്, അരയാൽ വൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൂട്ടിലിരുന്നാൽ നമ്മളെല്ലാം ഹെൽത്തി ആവും എന്നുള്ളതാണ്, അല്ലേ? അതാ പറയുന്നത്. ഇതാ നോക്കിയേ, ട്രാവലേഴ്സ് സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ഇറ്റ്. യാത്രക്കാർ ധാരാളം അല്ലെങ്കിൽ കുറേ സമയം ഈ അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെലവഴിക്കുന്നു. ട്രാവലേഴ്സ് സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ഇറ്റ്, അതിൻ്റെ മൂട്ടിൽ അല്ലെങ്കിൽ ചുവട്ടിൽ ഇതിന് സമയം ചെലവഴിക്കുന്നു. ആൻഡ് ക്യാച്ചിങ് ദെയർ ബ്രീത്ത് ബിഫോർ ഗോയിങ് ദെയർ വേ. ക്യാച്ച് പിടിക്കുക എന്നാ, അല്ലേ? ക്യാച്ചിങ് ദെയർ ബ്രീത്ത്, നമ്മൾ ക്യാച്ച് പിടിച്ച് എന്ന് പറയാം, അതല്ലേ ക്യാച്ച്. ബ്രീത്ത്, ശ്വസിക്കുന്നു, അതായത് ടേക്ക് റെസ്റ്റ് എന്നാ, ടേക്ക് റെസ്റ്റ്. ആൻഡ് ബിഫോർ ഗോയിങ്, അവർ യാത്ര തുടരുന്നതിന് മുമ്പ് ഈ വൃക്ഷത്തിന് ചുവട്ടിൽ വിശ്രമിക്കുന്നു, യാത്ര തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രാവലേഴ്സ് സ്പെൻഡ് സം ടൈം അണ്ടർ ഇറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ് ഓർ ടുക്ക് റെസ്റ്റ് ബിഫോർ ഗോയിങ് ദെയർ ജേണി. അവിടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവിടെ വിശ്രമിച്ചിട്ട് യാത്ര തുടരുന്നു. ഓക്കെ. ടു മേക്ക് ദം കംഫർട്ടബിൾ, അവരുടെ യാത്രയ്ക്ക് കൂടുതൽ കംഫർട്ടബിൾ, സൗകര്യപ്രദമാക്കാൻ വേണ്ടി, ടു മേക്ക് ദം കംഫർട്ടബിൾ ദെയർ വാസ് എ ഹോറിഗല്ലു അണ്ടർ ദ ട്രീ. അപ്പോൾ ഇവിടെ യാത്രയ്ക്ക് സൗകര്യമുണ്ടാക്കുന്നതിലേക്ക് വേണ്ടി ഈ അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു ചുമട് താങ്ങി ഉണ്ടായിരുന്നു. ദെയർ വാസ് എ ഹോറിഗല്ലു അണ്ടർ ദ ട്രീ ഓർ ബിനീത്ത് ദ ട്രീ. ഈ എന്താണ്, വലിയ വിശാലമായ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എന്താണ്, വലിയൊരു അല്ലെങ്കിലും ആ ഒരു ഹോറിഗല്ലു ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ഹോറിഗല്ലു? അതാ പറയുകയാണ്. അണ്ടർ ദ ബനിയൻ ട്രീ എന്താ പറയുന്നത് നോക്കുന്നതാണ്. ടു മേക്ക് ദം കംഫർട്ടബിൾ ദെയർ വാസ് എ ഹോറിഗല്ലു അണ്ടർ ദ ട്രീ.
Horigallu literary means a stone that can wear weight. What is Horigallu? ലിറ്റററി മീൻസ് ആലങ്കാരികമായി അർത്ഥമാക്കുകയാണെങ്കിൽ ഹോറിഗല്ലു എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായ അർത്ഥം എന്താണ്? എ സ്റ്റോൺ, ഒരു കല്ല്, ദാറ്റ് ക്യാൻ വിയർ വെയിറ്റ്, ഭാരം വഹിക്കാൻ കഴിവുള്ള കല്ലിനെയാണ് ഹോറിഗല്ലു എന്ന് പറയുന്നത്. ഹോറിഗല്ലു ഈസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ വിയർ വെയിറ്റ്. ഹോറിഗല്ലു ഈസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ വിയർ വെയിറ്റ്. ഭാരം വഹിക്കാൻ കഴിവുള്ള കല്ലിനെയാണ് ഹോറിഗല്ലു എന്ന് പറയുന്നത്. അടുത്തും പറയുന്നുണ്ട്, പ്രധാനമാണ്, ഇറ്റ് ഈസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ. ഇതൊരു വളരെ പരന്ന കല്ലായിരുന്നു, അല്ല കല്ലാണ്, ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് പുട്ട് വച്ചു ഹൊറിസോണ്ടലി ഓവർ 2 വെർട്ടിക്കൽ ഓൺസ്. 2 കുത്തനെ സ്ഥാപിച്ചിട്ടുള്ള, വെർട്ടിക്കലായി സ്ഥാപിച്ചിട്ടുള്ള, അതിന് പാരലായി വലിക്കുന്ന ഒരു കല്ലാണ് ഇത്. അപ്പോൾ ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ placed or put horizontally over the 2 vertical ones, thus making a stone bench. അങ്ങനെ ഒരു സ്റ്റോൺ ബെഞ്ചായി മാറുന്നു. എന്താണ്? സ്റ്റോൺ ബെഞ്ചായി മാറുന്നു. ഓക്കെ, സ്റ്റോൺ ബെഞ്ചായി മാറുന്നു. on which anyone could sit and rest while. അപ്പോൾ ഏത് വ്യക്തിക്ക് വേണമെങ്കിൽ ഈ കല്ല് ഇരിക്കാം, കുറേ സമയം വിശ്രമിക്കാം, അല്ലേ? അപ്പോൾ എനിയോൺ, ഓൺ വിച്ച്, ഇതിൻ്റെ പുറത്ത്, എനിയോൺ കുഡ് സിറ്റ്, ഇരിക്കാൻ കഴിയും, ആൻഡ് റെസ്റ്റ് എ വൈൽ, ചാറ്റ് വിത്ത് എ ഫെലോ ട്രാവലർ ആൻഡ് എക്സ്ചേഞ്ച് ദ ന്യൂസ് ഓഫ് ദ റോഡ്. അപ്പോൾ ചാറ്റ് മീൻസ് സല്ലപിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഏതൊരു വ്യക്തിക്കും ഈ കല്ലിൻ്റെ പുറത്തിരിക്കാം, വിശ്രമിക്കാം, എന്നിട്ടോ സഹയാത്രികനുമായി ചാറ്റ് ചെയ്യാം, സംസാരിക്കാം, ആൻഡ് എക്സ്ചേഞ്ച്, കൈമാറാം ദ ന്യൂസ് ഓഫ് ദി റോഡ്. നമുക്കറിയാലോ, മുൻകാലഘട്ടങ്ങളിൽ വാർത്തകൾ അറിയുന്നത് രാവിലെ ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ പോകുമ്പോൾ ആ ഗ്രാമത്തിലെ വാർത്തകളെല്ലാം അവിടെ കിട്ടുന്നതാണ്. അതുപോലെ റോഡിലെ വാർത്തകൾ കൈമാറുകയും ചെയ്യാം. കൂൾ വാട്ടർ കുഡ് ബി കെപ്റ്റ് ഇൻ എർത്തൺ പോട്ട്സ് നിയർ ദ ബെഞ്ച്. അപ്പോൾ ചെറിയ മൺകലത്തിൽ തണുത്ത ജലം സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. കൂൾ വാട്ടർ കുഡ് ബി കെപ്റ്റ് ഇൻ എർത്തൺ പോട്ട്സ് നിയർ ദ ബെഞ്ച് ആൻഡ് പീപ്പിൾ കൊഞ്ച് ശമിപ്പിക്കുക, സാറ്റിസ്ഫൈ their thirst before starting their journeys again. അപ്പോൾ ഈ ഹോറിഗല്ലിൻ്റെ കീഴ്ഭാഗത്ത്, ചുവട് ഭാഗത്ത് ഒരു കലത്തിൽ, മൺകലത്തിൽ തണുത്ത ജലം വച്ചിട്ടുണ്ടായിരിക്കും. ആ ജലമെടുത്ത് കുടിച്ച് ദാഹം ശമിപ്പിക്കുകയും എന്ത് ചെയ്യുന്നു? അവർക്ക് വീണ്ടും യാത്ര തുടരുകയും ചെയ്യാൻ കഴിയുന്നതാണ്. കൂൾ വാട്ടർ കുഡ് ബി കെപ്റ്റ് ഇൻ എർത്തൺ പോട്ട്സ് നിയർ ദ ബെഞ്ച് ആൻഡ് കൊഞ്ച് പീപ്പിൾ കുഡ് കൊഞ്ചെന്ന് വെച്ചാൽ ശമിപ്പിക്കുക, സാറ്റിസ്ഫൈ ദർ തേഴ്സ്റ്റ്, ദാഹം, ബിഫോർ സ്റ്റാർട്ടിങ് ദെയർ ജേണീസ്. ഐ ആം ഷുവർ, എനിക്ക് തീർച്ചയുണ്ട്. സിമ്പിൾ അറേഞ്ച്മെന്റ്സ്, ഇത്തരത്തിലുള്ള ലളിതമായ ക്രമീകരണങ്ങൾ, സിമ്പിൾ അറേഞ്ച്മെന്റ്സ് ക്യാൻ ബി ഫൗണ്ട്, കാണാൻ കഴിയും, ഇൻ വില്ലേജസ് ആൾ ഓവർ ദ കൺട്രി, ആൾ ഓവർ ഇന്ത്യ. ഒരു പക്ഷേ എനിക്ക് തീർച്ചയുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, ഇത്തരത്തിലുള്ള ലളിതമായ ക്രമീകരണങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും കാണാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്. ഐ ആം ഷുവർ സിമ്പിൾ അറേഞ്ച്മെന്റ്സ് ക്യാൻ ബി ഫൗണ്ട്, കാണാൻ കഴിയും, ഇൻ വില്ലേജസ്, ഗ്രാമങ്ങളിൽ, ആൾ ഓവർ ദ കൺട്രി, ഈ ഗ്രാമങ്ങളിൽ മൊത്തം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലെന്താ പറഞ്ഞേ? അപ്പോൾ ത്രൂ ദിസ് ലെസൺ ഹോറിഗല്ലു സുധാമൂർത്തി അവർ ആദർ റിമൈൻഡ്സ് ഹർ ഓൾഡ് ഗുഡ് ഡേയ്സ്. ഓക്കെ, there was a large banyan tree in the middle of the village. She would spend many hours under it, many hours playing under it. Okay, അപ്പോൾ the tree was like a massive umbrella. It has many branches providing much needed shade and help. Travelers spend some time sitting under it and take rest before going on their journey. What is Horigallu? Horigallu was a large flat stone put horizontally over the 2 vertical ones. It is a stone bench on which anyone could sit and take rest, chat with the fellow traveler, and exchange the news of the road. Cool water could be kept in the
in an earthen pot near the bench, and people could quench their thirst and before starting their journey. Then Sudhamurti is certain that similar simple arrangements could be found in villages all over India. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. Then time is over, so I shall conclude my class. Thank you very much.